വന്നു കയറുന്ന രോഗികൾക്ക് പെട്ടെന്ന് മടങ്ങാം. കാരണം സമയം വൈകിട്ട് 6 മണി കഴിഞ്ഞു. വെമ്പായം കന്യാകുളങ്ങര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ കാര്യങ്ങൾ 2 മാസമായി ഇങ്ങനെയാണ്. മാണിക്കൽ, വെമ്പായം, പോത്തൻകോട്, കരകുളം പഞ്ചായത്തുകളിലെ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഇടമാണിത്. ഉണ്ടായിരുന്ന ഡോക്ടർമാർ രാജിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. 6 മണിക്ക് ശേഷം ഇവിടെ എത്തിയാൽ നിലവിലുള്ള ജീവനക്കാർ മറ്റ് ആശുപത്രിയിലേക്കുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് കന്യാകുളങ്ങരയിലെ ഇവിടുത്തെ അവസ്ഥ. ടി ടി എടുക്കാൻ ഡോക്ടർ വേണോ? മറ്റു വഴികളില്ലാതെ മടങ്ങുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ്, നമ്മുടെ കണ്ണുമുമ്പേ കണ്ടു. നമ്മളെടുത്തോണ്ട് പെട്ടെന്ന് ഇവിടെ വരികയാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ജീവനക്കാരെയും കാണാനില്ല. ബോർഡ് താണ്ട വെച്ചിട്ടുണ്ട്, ഡ്യൂട്ടി ഡോക്ടർ ഇല്ലയെന്ന്. അപ്പോൾ അതില്ലെന്ന് പറഞ്ഞ് നമ്മൾ സ്വയമേ നമ്മളങ്ങ് പോകണം. നമ്മളെ മെഡിക്കലിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഇവിടെ നമ്മളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് എഴുതി തന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എഴുതി തരാൻ പോലും ഇവിടെ ആരുമില്ല. ഗതികേട് വിളിച്ചു പറഞ്ഞു പ്രതിഷേധിക്കുന്നവർ. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇഞ്ചക്ഷൻ എടുത്താൽ മതി, അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടെ കിടന്ന വേറെയുള്ള അസുഖങ്ങൾ ബാധിക്കും. വലിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടിട്ട് എന്താണ് ഇത് പ്രവർത്തിക്കാത്തത്? സാമൂഹിക ആരോഗ്യ കേന്ദ്രമെന്ന് കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ട ജീവനക്കാരുടെ എണ്ണം മാത്രമാണ് ഇവിടെയുള്ളത്. CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വലിയ നേതാവിൻ്റെ മകൻ്റെ ഹോസ്പിറ്റലാണ് തൊട്ട് താഴെ പ്രവർത്തിക്കുന്നത്. ബലമായ ഒരു സംശയം, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിനെ സഹായിക്കാനാണ് രാത്രിയിൽ ഡോക്ടറെ നിയമിക്കാത്തത്. ഇരുട്ടിൽ കിടക്കുന്ന രോഗികളെ അത്ര പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. കറണ്ട് പോയിട്ട് ഏകദേശം 2 മണിക്കൂർ കൂടുതൽ. അവർ എമർജൻസിയായിട്ട് വന്നാൽ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകേണ്ടത്. ഡോക്ടർമാർക്കായി കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ച് പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളാണ് അധികൃതർ ആലോചിക്കുന്നത്. തീരുമാനങ്ങൾ ആലോചനയിൽ തുടരുമ്പോൾ ഇവിടെ വന്നു മടങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളോടുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ആശ്രയത്തിനായി എത്തുന്നവർ ഒടുവിൽ ആശുപത്രിയെ പഴിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. മതിയായ ഡോക്ടർമാർ ഇവിടെ എത്തും വരെ ഈ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ തുടരും. അനൂപ് എം ആറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.